സുഹൃത്തുക്കളെ, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ രാപ്പകലിരുന്ന് പഠിക്കുന്നുണ്ടാകും. പക്ഷേ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരവും മനസ്സും കൃത്യമായി സഹകരിച്ചില്ലെങ്കിൽ ഈ പഠനം കൊണ്ട് വിചാരിച്ച ഫലം കിട്ടില്ല. പരീക്ഷാ ദിവസങ്ങളിൽ അസുഖം വരികയോ അമിതമായ ക്ഷീണം കാരണം പഠിച്ചത് മറന്നു പോവുകയോ ചെയ്യുന്നത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷാകാലത്ത് നിങ്ങളുടെ എനർജി ലെവൽ നിലനിർത്താൻ സഹായിക്കുന്ന ചില ഹെൽത്ത് ടിപ്സ് ആണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. 1. തലച്ചോറിന് വേണ്ട ഭക്ഷണം. ബ്രെയിൻ ഫുഡ്സ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചിന്താശേഷിയെ ബാധിക്കും. ഈ സമയത്ത് അമിതമായി എണ്ണമയമുള്ള ഭക്ഷണങ്ങളും ജങ്ക് ഫുഡുകളും ഒഴിവാക്കുക. ഇവ നിങ്ങളെ മടിയന്മാരാക്കും. പകരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, നട്ട്സ് ഓർമ്മശക്തിക്ക് നല്ലതാണ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒരുപാട് അമിതമായി ഭക്ഷണം കഴിക്കാതെ കുറഞ്ഞ അളവിൽ കൃത്യമായ ഇടവേളകളിൽ കഴിക്കുന്നത് പഠനത്തിനിടയിലുള്ള ഉറക്കം വരുന്നത് തടയാൻ സഹായിക്കും. 2. വെള്ളം കുടിക്കാൻ മറക്കരുത്. സ്റ്റേ ഹൈഡ്രേറ്റഡ്. തലച്ചോറിന്റെ 75% വെള്ളമാണ്. ശരീരത്തിൽ വെള്ളം കുറഞ്ഞാൽ തലവേദനയും ഏകാഗ്രത കുറവും അനുഭവപ്പെടും. പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും ഒരു കുപ്പി വെള്ളം കൂടെ കരുതുക. ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ ആക്റ്റീവായി ഇരിക്കാൻ സഹായിക്കും. ചായയും കാപ്പിയും അമിതമായി കുടിക്കുന്നത് ഒഴിവാക്കി ഫ്രഷ് ജ്യൂസുകളോ വെള്ളമോ ശീലമാക്കുക. 3. ഉറക്കത്തിന്റെ പ്രാധാന്യം. സ്ലീപ്പ് ഇസ് ക്രൂഷ്യൽ. പലരും ചെയ്യുന്ന വലിയ തെറ്റാണ് പരീക്ഷയുടെ തലേ ദിവസം ഉറക്കമിളച്ച് പഠിക്കുന്നത്. ഉറക്കമില്ലാത്ത തലച്ചോറ് ഒരു തുരുമ്പിച്ച യന്ത്രം പോലെയാണ്. നിങ്ങൾ പകൽ പഠിച്ച കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് സേവ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ഉറങ്ങുമ്പോഴാണ്. അതുകൊണ്ട് കുറഞ്ഞത് 6 മുതൽ 7 മണിക്കൂർ വരെ ഉറക്കം നിർബന്ധമാണ്. നന്നായി ഉറങ്ങി ഉണർന്നാൽ മാത്രമേ പരീക്ഷാ ഹാളിൽ കാര്യങ്ങൾ വേഗത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കൂ. 4. ചെറിയ വ്യായാമങ്ങൾ. കീപ് മൂവിംഗ്. മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരുന്ന് പഠിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. ഇടയ്ക്ക് 5 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നടക്കുകയോ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്യുക. ഇത് ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മടുപ്പ് മാറ്റുകയും ചെയ്യും. കണ്ണുകൾക്ക് വിശ്രമം നൽകാൻ ഇടയ്ക്ക് ദൂരെയുള്ള കാഴ്ചകളിലേക്ക് നോക്കുന്നതും നല്ലതാണ്. ഓർക്കുക, ആരോഗ്യവാനായ ഒരു വിദ്യാർത്ഥിക്ക് മികച്ച വിജയം നേടാൻ കഴിയൂ. നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക, ഒപ്പം കഠിനമായി പരിശ്രമിക്കുക. പരീക്ഷാകാലത്തെ നിങ്ങളുടെ ഭക്ഷണരീതി എങ്ങനെയാണ് എന്ന് താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു പരീക്ഷാകാലം ആശംസിക്കുന്നു. നന്ദി.